ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പാർക്കിൽ വന്നിട്ടാണല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ ബീച്ചിൻ്റെ അടുത്ത് ഒരു അടിപൊളി പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സെറ്റപ്പാണ്. പിള്ളേർക്ക് 3 വയസ്സ് മുതലുള്ള പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ചാർജ് 50 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ ഈവനിങ് വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതിന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഡേവനും മോളും ആ വീട്ടിലിരുന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം തന്നെ പാർക്കിൽ പോകാനായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ പാർക്കിലേക്ക് പിടിച്ച് പാർക്കിലെത്തിയ സമയത്ത് ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പിള്ളേരുണ്ട്, പാരൻസ് ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ കണ്ണൂർ ബീച്ചിനോട് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പിള്ളേരൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സേഫായിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയാണ്. വലിയൊരു നോക്കിയിട്ടുണ്ട്. ഇത് പിള്ളേരുടെ കൂടെ കളിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ കുഞ്ഞിന് കയറി കഴിഞ്ഞപ്പോൾ ഇതിലാണ് കയറേണ്ടതെന്ന് കൺഫ്യൂഷനായി. അത്രയ്ക്ക് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു മാവ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറം ഇരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനവിടെ പിടിച്ച് വെച്ചു. സീസോണ് കയറി. പിന്നെ സീസോക്ക് അത്ര ഇഷ്ടമായില്ല. ഇതാണ് കേട്ടോ കുറച്ചധികം ഇഷ്ടമായതിൽ കുറേ ടൈം കഴിച്ചു. ഈ റൈഡിൽ കുറേ സമയം ഇരുന്ന് കഴിച്ചു. കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഓരോരുത്തർ പോയി ഇറങ്ങും വരും. എന്നാലും അത് നല്ല രസമായിരുന്നു. അത് അവരുടെ കറക്കുന്നതിനനുസരിച്ച് പോകുന്നുണ്ട്. പക്ഷെ പിടിച്ചു നിർത്താൻ കുറച്ച് പാടുണ്ട് കേട്ടോ. ഞാനൊരു പ്രാവശ്യം പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വേദന പറ്റി. എന്നാലും കുഴപ്പമില്ല. പിടിച്ചു നിർത്താൻ കറങ്ങാൻ പറയുമ്പോൾ കറങ്ങില്ലാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സമയം കൂടെ കഴിച്ചതിന് നമുക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതായത് കുട്ടികളുടെ കൂടെ ഇത് ജസ്റ്റ് തിരിച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ താറാവിൻ്റെയും അതുപോലെ തന്നെ ഊഞ്ഞാലും അങ്ങനെ കുറേ റൈഡ്സ് ഉണ്ട്. അപ്പോൾ പാരൻസ് കൂടി കയറുന്നതാവും സേഫ്. അത് റൈഡിലല്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ എത്തുന്നതിൻ്റെ പാരൻസ് കൂടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ കുറേ റൈഡ്സൊക്കെ ഉണ്ട്. സ്ലൈഡ്സ് ഉണ്ട്, വലിയ സ്ലൈഡുണ്ട്, ചെറിയ സ്ലൈഡുണ്ട്, ചെറിയ പിള്ളേർക്ക് മറ്റേ സ്ലൈഡുണ്ട്, സീസോ ഉണ്ട്, ഇതുപോലെ റൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുഞ്ഞ് കുറേ നേരം കഴിച്ച് ഒരുപാട് ആളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കിട്ടിപ്പോയി നോക്കണം. നല്ല രസമാണ്. അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആവും. ഇതിന് മുമ്പ് നമ്മൾ കുരൂർ പാർക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുരൂർ പാർക്ക് പോകുന്ന സമയത്ത് അവിടെ കുറച്ച് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ റൈഡ്സൊക്കെ കുറച്ചൊരു പഴയത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നല്ല പുതിയ റൈഡ്സാണ് കേട്ടോ. ഒരുപാട് പഴയതൊന്നുമില്ല, നല്ല പുതിയ റൈഡ്സാണ്. പിന്നെ കയറുമ്പോൾ തന്നെ അതുണ്ടോ നല്ല ഇത് കുറച്ച് സേഫായിട്ട് തോന്നുന്ന നല്ല റൈഡ്സാണ്. ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നും പറ്റില്ല. അങ്ങനെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ല രസമാണ് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 വയസ്സ് മുതലുള്ള കുറേ പിള്ളേരുണ്ട്. അപ്പോൾ പാരൻസൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ നെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് സംഭവമുണ്ട്. ഇത് വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ പോലെ അതുകൂടെ തന്നെ വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇതിൽ വരണമെന്ന് പറഞ്ഞു. ഇതിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതിൽ വെച്ച് കുറച്ച് വലിയ പിള്ളേരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ തുള്ളുന്ന സമയത്ത് ചാടുന്ന സമയത്ത് വീണ്ടും പോകുന്നൊരു പേടിയാണ്. പോയി നോക്കി. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ പോയി കയറാനതിൽ ഇഷ്ടമായിട്ട് അതിൽ കുറച്ച് വലിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലൊരു പരിധി കൂടുതൽ ആളുകൾ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ടൈം കയറാമെന്ന് പറഞ്ഞു. ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പോയി ടിക്കറ്റ് എടുത്ത് വരണം. ഇതിലേക്ക് വേറെ തന്നെ ടിക്കറ്റ്
ഞാൻ ചൂടിന് എത്തിയില്ല കേട്ടോ. തുള്ളാൻ തുടങ്ങിയ സമയത്ത് വീട് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ നല്ല തുള്ളലാണ്. പിന്നെ നല്ല രസമായിരുന്നു അതിലെ എക്സ്പീരിയൻസ്. കാണുമ്പോൾ പെട്ടെന്ന് വീട് പോകും, ഇതൊക്കെ പോയിച്ചു പോകും. പക്ഷെ കഴിച്ചില്ല, വീട്ടാണ് പോയിച്ചു വീട് സമയത്ത്. പക്ഷെ അവിടെ കുഴപ്പമില്ല. കുറച്ച് വലിയ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അവൾക്ക് അങ്ങനെ ചാടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാലും അവള് ഉള്ള ടൈം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും നോക്കുന്നത് ദൈവത്തിനെ നോക്കി നിൽക്കുന്നുണ്ട്. നെറ്റാണല്ലോ നോക്കണേ. എനിക്കൊരു ചെറിയ വാവ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരാഴ്ചയിലൊക്കെ കയറാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ടീം അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്നെക്കാളും കയറി കൊള്ളാനായിട്ട് ഇതിൽ കുറേ ആൾ വെയിറ്റിംഗിൽ ക്യൂവിലുണ്ട്. നല്ല രസമാണ്. ഇതിലൂടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൽ പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പുറത്ത് ബീച്ചുണ്ട്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ വെച്ച് ഇതിൽ കുറച്ച് സമയം കളിക്കുന്നതെന്ന് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ കുറച്ചധികം സമയം ഇതിനെടുത്തു. പിന്നെ ആള് ടൈം ആകുന്നത് 10 മിനിറ്റാണ് കേട്ടോ. ടൈം 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആള് പിന്നെ ക്ഷീണിച്ച് വന്നു. മതിയെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടീയോ സ്നാക്സുകൾ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നേരെ ബീച്ചിലേക്ക് പോയി. കാരണം സദ്യ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ബീച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. ഇതിന് ശേഷം ഏകദേശം വീട് വിട്ടാ വീട് വെച്ച് വീടാനൊന്നും പറ്റൂല. പക്ഷെ വേറെ പിള്ളേർ വന്നിട്ട് കയ്യകാലം ചട്ടിപ്പോയാൽ വേദനിക്കുന്നേ ഉള്ളൂ. അല്ലാതെ വീട്ടിലുണ്ടെങ്കിലൊന്നും വലിയൊന്നും പറ്റില്ല. വേറെ 2 പേര് ഇടിച്ച് വീടാൻ തല മുട്ടുക, കൈ ചവിട്ടിയാൽ വേറെ ഇടിക്കുക, ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉള്ളൂ. പിള്ളേരൊക്കെ വീഴുന്നുണ്ട്, അതുപോലെ എഴുന്നേറ്റ് തൊഴുന്നുണ്ട്. അവർക്ക് നല്ല രസമാണ്, എൻജോയ്മെൻ്റാണ്. ഇതേ നോക്കണേ, ആ തറ്റത്ത് വീഴുമ്പോ അവിടെ എന്തായാലും നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് പോകേണ്ട നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പാർക്കുകൾ മാത്രമല്ല, നല്ല കുറച്ച് പുതിയ റൈഡ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ടുള്ളൊരു അപ്പോൾ ഉറപ്പായിട്ടും ഈവനിങ് ടൈം പിള്ളേർ ഹാപ്പി ആയിട്ട് നിൽക്കാൻ ഹാപ്പി ആയിട്ട് നിൽക്കാൻ ഒരുപാട് ഒക്കെ ഉണ്ട്. എന്നാലും ഈ പാർക്കിൽ കൂടി കൊണ്ടുപോകുമ്പോൾ, പാർക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വേറെ തന്നെ ഒരു ഇഷ്ടമല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കുഞ്ഞിന് ഏകദേശം അത് മടുത്തിട്ട് കുറേ ടൈം ഈ ഒരു റൈഡിലാട്ടോ സ്പെൻഡ് ചെയ്തത്. എന്നാലും ഒരു 10 മിനിറ്റോളം 10 മിനിറ്റ് ടൈമുണ്ട്. അത്രയൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഓക്കെ. അപ്പം ഞാനവിടെ എടുത്തു. ഇനിയിപ്പം നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. അടുത്ത ടീമിന് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ബീച്ചിൽ വന്നിട്ടാണ് ഉള്ളത്. ബീച്ചിലൊരു ചെറിയ കക്ക പോലത്തെ കല്ലുമക്ക പോലത്തെ ഒരു കക്ക പോലത്തെ ഒരു സാധനം, കല്ലുമക്കായാണ് ചെറിയ കക്ക. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മളത് കണ്ടിട്ടായിരുന്നു. ഇപ്പം അത് വെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയപ്പോഴാണ് കുളിച്ചത്. പക്ഷെ അതൊരു പ്രശ്നമല്ല, നമ്മളത് പെറുക്കി എടുക്കും. ഇഷ്ടം പോലെ കക്കയുണ്ട്. നമ്മൾ കുറേ പെറുക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേയും പെറുക്കി കയ്യിൽ പിടിച്ചു. പക്ഷെ ഇത് നന്നായിട്ട് കയറുന്നുണ്ട്. വരുന്ന വെള്ളമൊക്കെ നല്ല ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് പെറുക്കുമ്പോൾ തന്നെ വീട് പോകുന്നുണ്ട് കേട്ടോ.
സദ്യ ആവാനായിട്ടുണ്ട്.